അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ 8-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്ന് ഒരുമിച്ച് ഓതുക, കാണാതെ ആദ്യം മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ. സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ വസഖറശ് ശംസ വൽ ഖമർ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മാ അലാ ഹുവൽ അസീസുൽ ഗഫാർ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ സുമ്മ ജഅല മിൻഹാ സൗജഹാ وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة من نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. വൈദാ മസ്സൽ ഇൻസാന എന്നർത്ഥം പറഞ്ഞേ, മനുഷ്യനെ ബാധിച്ചാൽ, ളുർവൻ വല്ല ദുരിതവും ആപത്തും, വല്ല ആപത്ത് അല്ലെങ്കിൽ ദുരിതവും വിഷമങ്ങളും മനുഷ്യനെ ബാധിച്ചാൽ, ദഅ റബ്ബഹു, എന്താ ദഅ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യും, റബ്ബഹു അവൻ്റെ റബ്ബിനോട്, മുനീബൻ ഇലൈഹി അവനിലേക്ക് താഴ്മയോടെ മടങ്ങിക്കൊണ്ട്, അവനിലേക്ക് താഴ്മയോടുകൂടി മടങ്ങിയവനായ രൂപത്തിൽ ദുആ ചെയ്യും. സുമ്മ പിന്നീട്, ഇദാ ഖവ്വലഹു അവന് സ്വായത്തപ്പെടുത്തിയാൽ, അധീനപ്പെടുത്തിയാൽ, എന്ത് നിഅമത്തം മിൻഹു അവനിൽ നിന്നുള്ള വല്ല അനുഗ്രഹവും സ്വായത്തപ്പെടുത്തിയാൽ, നസിയ മറക്കും, മാക്കാന യദൂ ഇലൈഹി മിൻ ഖബൽ മുമ്പ്
അവൻ പ്രാർത്ഥിച്ചിരുന്നതായ കാര്യം അവൻ മറക്കും. വജഅല ലില്ലാഹി, എന്നിട്ട് വജഅല അവൻ വജഅല അവൻ ഉണ്ടാക്കും ലില്ലാഹി അള്ളാഹുവിന് അന്താദൻ സമന്മാരെ, അവൻ സമന്മാരെ ഉണ്ടാക്കും. ലിയുദില്ല അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി. ബാക്കി എടുത്തോ, ഫുള്ളെടുത്തോ. കുൽ നബിയെ പറയുക, തമത്ത സുഖമെടുത്തുകൊള്ളുക, ബി കുഫ്രിക നിൻ്റെ കുഫർ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കുഫർ നന്ദികേട്, നിൻ്റെ നന്ദികേട് കൊണ്ട് അല്ലെങ്കിൽ നിഷേധം കൊണ്ട് നീ സുഖമെടുത്തുകൊള്ളുക. കലീല കുറച്ച്. ഇന്നക്ക തീർച്ചയായും നീ മിൻ അസ്ഹാബിന്നാർ നരകക്കാരിൽ പെട്ടവനാകുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതിയിരുന്ന ഫുള്ള് നോട്ട് പുസ്തകത്തിലേക്ക് ആയത്തിൻ്റെ മുഴുവനായ അർത്ഥം എഴുതിയോ? ഇതില്ലല്ലേ? ഇതില്ല. ആയത്തിൻ്റെ അർത്ഥം മുഴുവനായിട്ട് എഴുതിയോ? ഇസ്ലാം ഇതിനാ അതിന് അവസാനം നമ്മൾ പറഞ്ഞ അവസാന ഭാഗമാണ് കുറച്ചൊന്ന് പറയാനുള്ളത് അല്ലേ? കുൽ തമത്ത ബി കുഫിരിക ഖലീല എന്നാ പറഞ്ഞത്. അവിടെ നമ്മളെ പേന ഇല്ല. തമത്തഅ അതിൻ്റെ മുദാരി യതമത്തഉ, തമത്തഅ യതമത്തഉ, മസ്ദർ തമത്തുഅ, തമത്തുഅ, തമത്തഅ യതമത്തഉ തമത്തുഅ. അതിൻ്റെ അംറ് ഫീലാണ് തമത്തഅ. തമത്തഅ തമത്തഅ യതമത്തഉ തമത്തുഅ. മത്താഅ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായത്. മത്താഅ മത്താഅ തമത്തഅ യതമത്തഉ തമത്തുഅ തമത്തഅ. തമത്തഅ എന്നതിന് അംറ് ഫീലാണ് എന്ത്? കൽപ്പനാക്രിയയാണ് തമത്തുഅ എന്നത്. തമത്തുഅ മസ്ദർ, തമത്തഅ തമത്തഉവിൻ്റെ മസ്ദറാണ് തമത്തുഅ. അതിന് അംറ് ഫീലാണെന്ത്? തമത്തഅ. തമത്തഅ നീ സുഖമെടുത്തുകൊള്ളുക. ഈ തമത്തുഅ എന്നുള്ള വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? തമത്തുഅ എന്ന വാക്ക് കേട്ടില്ല? ഹജ്ജിൻ്റെ അതെ, ഹജ്ജിൽ തമത്തുഅ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. തമത്തുഅ അത് ഹജ്ജിന് വേണ്ടിയിട്ട് ഒരാൾ ഇവിടുന്ന് ഉദ്ദേശിച്ച് പോയാൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ തമത്തുഅ ആയ ഹജ്ജാണ് ചെയ്യുക. അതായത് പിന്നെ ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി, സൂറത്ത് അൽ ബഖറയിലെ 192 ആയത്തിൽ കാണാം. ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി.
അതായത് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉംറ ചെയ്യും. ഉംറ ചെയ്തതിന് ശേഷം പിന്നെ അവർ തഹല്ലുലാകും. തഹല്ലുലാകുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് അവർ ഒഴിവാകും. എന്നിട്ട് പിന്നെ മക്കത്ത് പിന്നെ ഹജ്ജിൻ്റെ യൗമുത്തർവിയ വരെ, യൗമുത്തർവിയ ദുൽഹജ്ജ് 8 വരെ, യൗമുത്തർവിയ വരെ എന്ത് ചെയ്യും, അവർ അവിടെ സാധാരണ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് അവർ നടക്കും. എന്നിട്ട് യൗമുത്തർവിയൻ്റെ അന്ന് ആ മക്കത്ത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യും, ഇഹ്റാമിൽ പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അവർ മിനയിലേക്ക് പോകും. എന്നിട്ട് ദുൽഹജ്ജ് 9 രാവിലെ മിനയിൽ നിന്ന് പിന്നെ അറഫയിലേക്ക് പോകും. അറഫയിൽ ഉച്ച വരെ ഉച്ച മുതൽ മഗ്രിബ് വരെ അറഫയിൽ നിന്നതിന് ശേഷം, മഗ്രിബിന് ശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാതെ അവർ നേരെ മുസ്ദലിഫയ്ക്ക് തിരിച്ചു വരും. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്നതിൻ്റെ നടുവിലാണ് എന്തുള്ളത്, മുസ്ദലിഫ ഉള്ളത്, മഷ്അരിൽ ഹറാം എന്ന് ഖുർആൻ പറഞ്ഞ. അപ്പോൾ തിരിച്ചവരെങ്ങോട്ട് വരും, തിരിച്ച് അറഫയിൽ നിന്ന് അവർ നേരെ അറഫയിൽ നേരെ മുസ്ദലിഫിലേക്ക് വരും. എന്നിട്ട് മുസ്ദലിഫിൽ അവരെന്ത് ചെയ്യും, രാപ്പാർക്കും, മുസ്ദലിഫ് രാപ്പാർക്കും. എന്നിട്ട് മുസ്ദലിഫയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, അവർ മിനയിലേക്ക് തന്നെ പോകും. അപ്പം ഈ ഹജ്ജിനാണ് എന്ത് പറയുക, തമത്തു എന്ന് പറയാം. എന്തല്ലേ പറഞ്ഞേ, അതായത് ഹജ്ജിന് ഇഹ്റാം കെട്ടി ഇവിടുന്ന് പോയിട്ട് ഉംറ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹജ്ജിൻ്റെ സമയം വരേക്ക് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി സുഖെടുക്കുക. അപ്പോൾ അങ്ങനെ തമത്തു ആയ ഹജ്ജ് ചെയ്യുമ്പോൾ എന്ത് വേണം, കഫാറത്ത് കൊടുക്കണം. അതിനാണ് ബലി നമ്മൾ അവിടെ അറുക്കാൻ വേണ്ടിയിട്ട് അറവിന് പൈസ കൊടുക്കണത്. തമത്തു ആയതുകൊണ്ടാണ്, മനസ്സിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഹജ്ജ് കർമ്മത്തിന് എന്താ പറയുക, തമത്തു എന്നാണ് പറയുക. തമത്തു എന്ന് പറഞ്ഞാൽ ഉംറ കഴിഞ്ഞ് പിന്നെ ഹജ്ജിൻ്റെ ആ ദിവസം വരെ എന്ത് ചെയ്യാണ്, സുഖെടുക്കുക. സുഖെടുക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച കുറേ കാര്യങ്ങൾ നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു പിന്നെ ഇളവ് കിട്ടുക, അവരതിൽ നിന്ന് ഒഴിവാകുക. അതാണ് ആ തമത്തു എന്ന് പറയാം. അപ്പോൾ ആ വാക്കാണ് നമ്മൾ അതിൽ തമത്തു, ഇവിടെ തമത്തു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന തമത്തു എന്താണെന്ന് വെച്ചാൽ, ഈ നിഷേധം കൊണ്ട്, അതായത് അള്ളാഹു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് അള്ളാഹിനോട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അള്ളാഹു തആല തൗഫീഖ് കൊണ്ട് അള്ളാഹു തആല സുഖം നൽകി അനുഗ്രഹങ്ങൾ നൽകി പിന്നീട് അത് മറന്നു കളയാം. ആ മറന്നു കളയുക എന്ന നന്ദികളിൽ ഒന്നാമത്തെ സ്ഥാനത്താണ് എന്തുള്ളത്, പ്രതിസന്ധി, വല്ലാത്ത വലിയ പ്രതിസന്ധികൾ അള്ളാഹിനോട് പറയുക, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അള്ളാഹ് എല്ലാത്തോട് പറയുകയും ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ഏറ്റവും വലിയ നന്ദികേട്. അപ്പോൾ ആ നന്ദികേട് കാണിച്ച് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ഇവിടെ എന്തുണ്ടാകും, സുഖമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ ആ സുഖം കലീലാണ്, നൈമിഷികമാണ്. കുൽ തമത്ത ബി കുഫ്രിക കലീല. പിന്നെ അവസാനം ഇന്നക മിൻ അസ്ഹാബിൻ നാർ, നരകശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത് മാത്രം. അപ്പം മൊത്തത്തിൽ അള്ളാഹു തആല ഈ വിഷയത്തിൽ പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് ആദ്യത്തെ മെമ്പറായിട്ട് പറഞ്ഞേക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ മുസ്തഖറും മത്താഉം ഉണ്ടെന്ന് പറഞ്ഞു. മുസ്തഖറുൻ വ മത്താഉൻ ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരേക്കുള്ള താവളവും, മുസ്തഖർ താവളം, മത്താ നിങ്ങൾക്ക് സുഖം അനുഭവിക്കാനുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട് ഒരു നിശ്ചിത സമയം വരെ. മുസ്തഖർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇടത്താവളം. എത്ര വലിയ കൊട്ടാരം നമ്മൾ ഉണ്ടാക്കിയാലും ശരി, അതൊക്കെ എന്താണ്, ഒരു താൽക്കാലികമായ ഭവനമാണ്, താൽക്കാലിക ഭവനം മാത്രമാണ്. മനസ്സിലായില്ലേ, അതിൽ അപ്പുറം ഒന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഉമ്മർ മൗലവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേരാണ് ഉമ്മർ മൗലവി. പിന്നെ എന്താ വേണ്ട, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് ആ പുളിക്കൽ പെരിയമ്പല അങ്ങാടിയിൽ ബസ് ഇറങ്ങിയിട്ട് പുളിക്കക്ക് മദിനത്തുൽ അറബി കോളേജിലേക്ക് കയറിപ്പോകുന്ന ആ കയറ്റത്തിലാണ് വീട്. അപ്പോൾ വലിയൊരു വീട് ആണ്. അന്നത്തെ കാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന കാലത്ത് എന്നും കാണുന്നൊരു കാഴ്ചയാണ്. ആ വലിയൊരു വീടാണ്. ആ വീടിൻ്റെ ഗേറ്റ് മേൽ കമ്പി കൊണ്ട് അദ്ദേഹം എഴുതി വെച്ചത് അറബിയിൽ, ആ വീടിൻ്റെ പേര് ദാറുൽ ഫനാ എന്നാണ്. ഇപ്പോഴും കാണാം, ദാറുൽ ഫനാ എന്നാണ്. ഗേറ്റിൽ അദ്ദേഹം ഇരുമ്പിൻ്റെ കമ്പി വളച്ചിട്ട് അറബി അറ്റാക്കിയത് പേര് ദാറുൽ ഫനാ. എന്താ ഫനാ എന്ന് പറഞ്ഞാൽ, ദാറ് എന്ന് പറഞ്ഞാൽ വീട്, ഫനാ എന്ന് പറഞ്ഞാൽ ഫനാ കുല്ലുമൻ അലൈഹ ഫാൻ,
എന്നൊക്കെ കേട്ടിട്ടുണ്ട് സൂറത്ത് റഹ്മാനിൽ. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ കാണാം. എന്താ അർത്ഥം? ഭൂമുഖത്തുള്ളതെല്ലാം ഫാൻ നിറക്കെ നശിക്കുന്നതാണ്. ഫനാ, ദാറുൽ ഫനാ എന്ന് പറഞ്ഞാൽ നശിക്കുന്ന വീട് എന്നാണ്. വീടിന് പേര് കൊടുത്തത് നശിക്കുന്ന വീട്. നശിച്ച വീട് എന്നല്ല, നശിക്കുന്ന വീട്. കാരണം ആ വീട് ശാശ്വതമല്ല, നശിച്ചു പോവും. ദാറുൽ ഫനാ അതൊരു വലിയ ആശയമാണ്. അപ്പം മുസ്തഖറാണ് ഇവിടെ, മുസ്തഖറാണ് ഒരു താവളം, ഇടത്താവളം മാത്രമാണ്. മത്താവുൻ ഇലാഹിൻ, ഒരു നിശ്ചിത അവധി വരേക്കുള്ള മത്താവുമാണ്. ഈ ആശയമാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറയാം. പിന്നെ ഒന്ന് 10-98 അല്ലല്ല മത്തഅനാഹും ഇലാഹീൻ. 10-98 യൂനുസാണ്. അവർക്ക് നാം ഒരു നിശ്ചിത സമയം വരേക്കുമുള്ള മത്താഅ് നൽകി. ഒരു നിശ്ചിത സമയം വരേക്കുമുള്ള മത്താഅ് നൽകി. പിന്നെ 26-205 205 ആയത്ത്. അഫറഅയ്ത ഇം മത്തഅനാഹും സിനിദ. ഇതിൻ്റെ മുജറദാണ് മത്തഅ എന്നുള്ളത്, അതിൻ്റെ മസീദാണ് തമത്തഅ എന്നുള്ളത്. വമത്തഅനാഹും അഫറഅയ്ത ഇം മത്തഅനാഹും സിനീന. ഏതാനും കൊല്ലങ്ങളോളം മാത്രം. സിനീന് കണ്ടോ, കൊല്ലം. ഏതാനും സനത്ത്, എന്താ സനത്ത്? കൊല്ലം. സനത്ത് കൊല്ലം. സനത്തിൻ്റെ ബഹുജന സിനീന്. ഏതാനും കൊല്ലങ്ങൾ മാത്രം അവർക്ക് നാം മത്താഅ നൽകി. പിന്നെ ഇതേ സൂറത്ത് അൽ ബഖറയിലുള്ള 2-126 അത് ഈ ആയത്തിൻ്റെ വേറൊരു വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല. വമൻ കഫറ, ആരെങ്കിലും കുൽ തമത്ത ബി കുഫ്രിക എന്ന് പറഞ്ഞില്ലേ, കുൽ തമത്ത ബി കുഫ്രിക ഫമൻ കഫറ, നന്ദികേട് കാണിച്ച് നിഷേധിയായാൽ ഫഉമത്തിഉഹു ഖലീല, അവരും നാം കുറച്ച് കാലം മത്താവ് കൊടുക്കും, സുഖം കൊടുക്കും. പിന്നെ ബാക്കി എന്താ? സുമ്മ ലിത്തറുഹു ഇലാ അദാബിന്നാർ, കഠിനമായ ശിക്ഷയിലേക്ക് നാം അവനെ നിർബന്ധിതനാക്കും, അതിലേക്ക് പ്രവേശിക്കാൻ ചെയ്യാം. അത് 2-126. പിന്നെ വേറെ സ്ഥലത്ത് കാണാം സൂറത്ത് ലുഖ്മാനിൽ 31-24 31-24 അത് ഇതേ ആയത്താണ്. നുമത്തിഉഹും ഖലീലാ നൽതറുഹും ഇലാ അദാബിൻ ഖലീൽ, കുറച്ച് മത്താഅ് നാം അവന് കൊടുക്കും, പിന്നീട് നരകശിക്ഷയിലേക്ക് നാം അവരെ നിർബന്ധിതരാക്കും. ഇനി ആർക്കാണ് നല്ല മത്താഅ് കിട്ടുക? നല്ല മത്താഅ് കിട്ടും, നല്ല ഉപജീവന മാർഗവും, ആ ഉപജീവന മാർഗം കൊണ്ട് നല്ല സുഖവും കിട്ടും. നല്ല സുഖം, നല്ല ഉപജീവന മാർഗം, അതുകൊണ്ട് നല്ല സുഖം. നല്ല സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായി നിൽക്കുന്നൊരു സുഖം. മറ്റതൊക്കെ നൈമിഷികമാണ്. മനസ്സിലാ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഒരാൾ നന്ദികേട് കാണിച്ച് ഓന് ഇഷ്ടം പോലെ ഭോഗിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ അതൊക്കെ എന്തായിരിക്കും? നൈമിഷികമാണ്. അതേ സമയത്ത് ഒരാൾക്ക് നല്ല മത്താഅ് കിട്ടുന്നു, നല്ല ആ മത്താഅ് ഹസനായിരിക്കും, നല്ല മത്താഅ് കിട്ടും, അതുകൊണ്ട് നല്ല സുഖവും കിട്ടും. എന്ന് പറഞ്ഞാൽ നല്ല മക്കൾ, നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല വീട്, മനസ്സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഇതൊക്കെയാണ്. അതാണ് ശരിക്കുള്ള സുഖം എന്ന് പറഞ്ഞാൽ. അത് ആർക്കാ കിട്ടുക? അത് ഈ 11-3 വാനിസ്തഗ്ഫിറു റബ്ബക്കും, മറിക്കണ്ട, വാനിസ്തഗ്ഫിറു റബ്ബക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ നമ്മൾ വിട്ട ചില ഭാഗങ്ങളൊന്ന് പറയാൻ മാത്രമാണ്. വാനിസ്തഗ്ഫിറു റബ്ബക്കും, ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ തേടുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് തൗബ ചെയ്യുക. യുമത്തിഅക്കും മത്താഅൻ ഹസന, യുമത്തിഅക്കും മത്താഅൻ ഹസന, നല്ല മത്താഅ് അല്ലാഹു തആല അത് കൊടുത്തിട്ടുള്ള സുഖം കൊടുക്കും. യുമത്തിഅക്കും മത്താഅൻ ഹസന. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, പൊറുക്കലിനെ തേടുക, തെറ്റുകുറ്റങ്ങളൊക്കെ കേട്ട് പറഞ്ഞ് തൗബ ചെയ്യുക.
അങ്ങനെ ചെയ്താൽ അള്ളാഹു താല എന്ത് ചെയ്യും? അപ്പം നല്ല മത്താഹ് കിട്ടാൻ അതേ മാർഗ്ഗമുള്ളൂ. ഉള്ളത് കൊണ്ട് നല്ല സന്തോഷം സമാധാനം ഒക്കെ കിട്ടാനുള്ള മാർഗ്ഗം ഇസ്തിഗ്ഫാറും തൗബയാണെന്ന് അർത്ഥം. ശരി, അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എല്ലാം കൂടി വെറുതെ എഴുതിച്ചിട്ട് കാര്യമില്ലല്ലോ, പരിശോധിക്കുമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ശരി, ഇനി ഖുർആനിൽ വേറെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ വാക്ക് മത്താഉ ദുനിയാ ഖലീൽ. മത്താഉ ദുനിയാ ഖലീൽ എത്ര സ്ഥലത്തറിയോ? ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞതാണ്. ദുനിയാവിലെ മത്താഅൊക്കെ ഖലീലാണ്, ഖലീലാണ്. ഒറിജിനൽ മത്താഅ് എവിടെയെന്നറിയോ? ഖൈറുൻ ലിമനി തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾക്ക് മരണത്തോടു കൂടിയാണ് ഒറിജിനൽ മത്താഅ് തുടങ്ങണമെന്നാണ്. ഒറിജിനൽ സുഖം. ഇവിടെ എത്ര സുഖമായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് അത് സുഖമാണെന്ന് വിചാരിക്കേണ്ട. മറിച്ച് മരണത്തോടു കൂടിയാണ് യഥാർത്ഥമായ സുഖം അറിയാൻ പോണത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ സുഖങ്ങളിലൊക്കെ എന്തുണ്ടാകും? പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കലർന്നൊരു സുഖമേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതേ സമയത്ത് അതൊന്നുമില്ലാത്ത ഒറിജിനൽ സുഖം സമാധാനം കിട്ടേണ്ടത് എവിടെ നിന്നാണ്? മരണത്തിന് ശേഷം. അതാണ് മനുഷ്യനക്കുള്ള. കാരണം ഇത് എന്താണ്? പക്ഷെ അങ്ങനെ നമുക്ക് എത്ര ഉൾക്കൊള്ളാം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഉൾക്കൊള്ളാൻ പറ്റുക? അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് എത്ര പറ്റും? അതായത് ഇപ്പോൾ ഉള്ള ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കലർന്നതാണ്, അല്ലേ? ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഇവിടെ ജീവിതം മരണം അതിനിടക്കാണ്. ഇത് എന്താണ്? പരീക്ഷണമാണ്. ഖലഖൽ മൗത വൽ ഹയാത്ത നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പരീക്ഷണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് സുഖം ഉണ്ടാവുമോ? പരീക്ഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ദുനിയാവ്. അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അതാണ് പ്രശ്നത്തിനൊക്കെ കാരണം. നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ടെൻഷനുള്ള കാരണം അതാണ്. ഇത് പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സുഖിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം, പക്ഷെ പറ്റൂല. ഇവിടെ സുഖിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ ഇവിടെ സുഖിക്കാൻ നമ്മളെക്കൊണ്ട് ഒരാളെ കൊണ്ടും 100% സുഖിക്കാൻ പറ്റൂല. ആ സുഖത്തിനടക്കായിരിക്കും പ്രയാസങ്ങൾ വരിക, തീരാ ദുഃഖങ്ങൾ വരിക. അപ്പോൾ ഇതാണ് സുഖവാസം. ഇവിടെ ഇത് ജീവിതം കുറച്ചുള്ളൂ, പരമാവധി സുഖിച്ചോളി എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല, ശരിയല്ല എന്നർത്ഥം. അപ്പം ഒറിജിനൽ സുഖം എന്തിനു ശേഷം മാത്രമാണ്? മരണത്തിന് ശേഷം മാത്രം. അവിടെയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ അത് ആഗ്രഹിച്ച് അത് വിശ്വസിച്ച് അത് ഉറപ്പാണെന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ എന്ത് ചെയ്യും? കുറച്ച് ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാവും, കുറച്ച് പ്രയാസം സഹിക്കാൻ തയ്യാറാവും. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ത്യാഗം സഹിക്കാൻ തയ്യാറാകും. അല്ലാത്തതോ ഒരിക്കലും തയ്യാറാവില്ല. അതാണ് ഖുർആൻ്റെ ആശയം. അതാണ് ആദം നബിയോട് അള്ളാഹ് പറഞ്ഞു, ഭൂമിക്ക് വിടുമ്പോൾ തന്നെ ഒന്നാമത്തെ മനുഷ്യനോട് പറഞ്ഞതാണ് അവസാനത്തെ മനുഷ്യനോട് വരെ പറയാനുള്ള കാര്യം. ഇവിടെ ഒരു ഇടത്താവളമാണ്, അത് ഒരു നിശ്ചിത അവധി വരേക്കുള്ളത് മാത്രമാണ് എന്നർത്ഥം. മത്താഅ് ജീവിത വിഭവം. മത്താഅ് ജീവിത വിഭവമാണ് മത്താഅ്. ആ മത്താഅ് എന്നതിൽ നിന്നാണ് തമത്താ എന്ന വാക്കുണ്ടായത്. ജീവിത സുഖം, അതാണ് മത്താഅ്. ജീവിത വിഭവം അതാണ്. അത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണതിനൊക്കെ മത്താഅ് എന്നാ പറയാ. മത്താഅ് കൊടുക്കുക എന്നാണ് പറയാ. അതൊക്കെ ഇതിൽ പെട്ട തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ അല്ലാഹു തആല പറഞ്ഞല്ലോ. അവർ ഉസരിഹുക്കുന്ന ഫതആലൈന ഉമത്തിഉക്കുന്ന ഉസരിഹുക്കുന്ന സറാഹൻ ജമീല ഉമത്തിഉക്കുന്ന കണ്ട മത്താഅ് കൊടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ മത്താഅ് എന്ന് പറഞ്ഞാൽ ജീവിത സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ. അതാണ് അത്. ജീവിതം ഇവിടെ സുഖകരമാകാൻ നൽകിയ വസ്തുക്കൾ. പക്ഷെ അതുകൊണ്ട് നന്ദികേട് കാണിച്ചിട്ട് എന്ത് ചെയ്യാണ്? ദുനിയാവിനെ മാത്രം സുഖിക്കുകയാണ്, ദുനിയാവിൽ സുഖിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, കുൽ നബിയെ പറയുക, തമത്താഴ് സുഖിച്ചോളേ, തമത്താഴ് സുഖിക്കുക, ബി കുഫിരിക്ക നിന്റെ നിഷേധം കൊണ്ട്, കലീല എത്ര? കുറച്ചു മാത്രം. ഇന്നക മിൻ അസ്ഹാബിന്നാർ നീ നരകക്കാരിൽ പെട്ടവനാണ്. ഇനി പഠിക്കാനുള്ള വിഷയം അതാണ്. അതായത് അസ്ഹാബുന്നാർ. ഇപ്പം നമ്മൾ ഈ പണിയൊക്കെ എടുക്കണതിനാ? ഈ പണിയെടുക്കണ മുഴുവനും നരകത്തിന് രക്ഷപ്പെടാനാണ്, അല്ലേ? അപ്പോൾ അസ്ഹാബുന്നാർ എന്ന് അള്ളാഹു തആല പറഞ്ഞ 10-13 സ്ഥലമുണ്ട്. അത് നമ്മൾ അറിഞ്ഞാൽ പറ്റുള്ളൂ. അത് നിങ്ങൾ നമ്പർ എഴുതി വെച്ച് അസ്മായിൻ്റെ പണിക്ക് നമ്പർ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളത് പരിശോധിച്ച് നോക്കിയേ പറ്റുള്ളൂ.
അസ്ഹാബുന്നാർ എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ 13 സ്ഥലങ്ങളുണ്ട്. അവർ നരകത്തിൻ്റെ അവകാശികളാകുന്നു, അവർ നരകത്തിൻ്റെ അവകാശികളാകുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പം എന്തിനാണത് എഴുതുന്നത്? എഴുതണ മുമ്പ് കാരണം പറയട്ടെ. എഴുതണ മുമ്പ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഒരിക്കലും നരകത്തിൻ്റെ അവകാശികളിൽ പെടാൻ പാടില്ല. അപ്പം അത് പരിശോധിക്കണം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, ആ ആയത്തിൽ അള്ളാഹു കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനം പറയാണ് ഉലൈക അസ്ഹാബുന്നാർ, ഉലൈക അസ്ഹാബൻ, അവരാണ് നരക അവകാശികൾ എന്ന് പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. അസ്ഹാബുന്നാർ ആരൊക്കെയെന്ന് നമ്മൾ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹ് പറയും, എന്താ ചോദിക്കുക, പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ചോദിക്കൽ, ഈ പണി ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാരൻ അലം യഅ്തികും നദീർ എന്നാ ചോദിക്കുക. അലം യഅ്തികും നദീർ, എന്താ നദീർ എന്ന് പറഞ്ഞാൽ ഈ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. മനസ്സിലല്ലേ? ഇപ്പം ഖുർആൻ എന്താ? നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അപ്പം നരകക്കാരാരാന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ അറിയണ്ടേ? അറിയാതിരുന്നാൽ ഖുർആൻ്റെ പഠനം പൂർണ്ണമാകുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ആ സ്ഥലം എഴുതിക്കോളും. 2:39, 81, 217 ഒക്കെ 2-ലാണ്, അൽബക്കറയിലാണ്. 2:39, 81, 217, 257, 275, അത്രയും സ്ഥലത്ത് അൽബക്കറയിൽ ഉലൈക അസ്ഹാബുന്നാർ എന്നാ പറഞ്ഞേട്ടാ. ഉലൈക അസ്ഹാബുന്നാർ പരിശോധിക്കണം. ഈ 5 സ്ഥലം അങ്ങനെ തന്നെയാണ്. അസ്ഹാബുന്നാർ നരകക്കാർ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, ആ നരകത്തിന് അവകാശികൾ, നരകക്കാർ, നരകത്തിലെത്തുന്ന ആളുകൾ. സ്വാഹിബിൻ്റെ ബഹുവചനാണ് സ്വാബ്. സ്വാഹിബ് പറഞ്ഞാൽ ആള്, അഹമ്മദ് സാഹിബ്, മുഹമ്മദ് സാഹിബ് എന്നൊക്കെ പറയില്ല. സ്വാഹിബ് ആള് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാഹിബ്. അസ്ഹാബ് അതിൻ്റെ ബഹുവചനാണ്, ജംആണ്. അസ്ഹാബുന്നാർ നരകത്തിൻ്റെ ആളുകൾ, നരക അവകാശികൾ. അതാണ്. പിന്നെ 3:116, 116, ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം കേട്ടാ. ഈ പറഞ്ഞതിൽ ഒന്നെന്താ പറയുക, നിങ്ങൾ ഒന്ന് പിന്നെ ആയത്തുൽ കുർസീന് ശേഷം അള്ളാഹ് പറഞ്ഞ വിഷയമാണ്. ആയത്തുൽ കുർസീൻ്റെ ആ ആയത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആയത്തിലാണ്. അതായത് അള്ളാഹു നിങ്ങളെ പിന്നെ ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരികയാണ്. ളുലുമാത്ത് അന്ധകാരമാണ്, അന്ധകാരത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണത്? നൂറിൽ നിന്ന് ളുലുമാത്തിലേക്ക് പോവുകയാണ് അള്ളാഹ് പറയുന്നത്. ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് വരാൻ നൂറ് ഖുർആനാണ്. പക്ഷേ എന്താ ചെയ്യണത്? അള്ളാഹു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. അള്ളാഹു ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണത്? നൂറിൽ നിന്ന് ളുലുമാത്തിലേക്ക് പോവാണ്. അത് നിങ്ങൾക്ക് കിട്ടിയ പ്രകാശം ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് ഇട്ടിട്ട് വലിച്ചെറിഞ്ഞിട്ട് ളുലുമാത്തിലേക്ക് പോവാണ്. എന്നിട്ട് അള്ളാഹ് പറയണു ഉലൈക അസ്ഹാബുന്നാർ, നരകക്കാരാണ് അവർ. അത് കിട്ടിയ നൂറ് വേണ്ടാന്ന് വെച്ച് ബൈക്ക് നിർത്തി പോവുക. നല്ലോണം ശ്രദ്ധിക്കണം. കിട്ടിയ നൂറ് മനസ്സിലാക്കിയിട്ടും വേണ്ടാന്ന് വെച്ച് വയലിട്ടിട്ട് ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളും ദുനിയാവിൻ്റെ മത്താവും തേടി പോവുക. ഇപ്പം മനസ്സിലാവുമല്ലോ മത്താ എന്താണെന്ന് മനസ്സിലായല്ലോ. ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ മത്തായി തേടി, ജീവിത മാർഗങ്ങൾ തേടി
അവിടെ അത് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ സുഖിക്കണം, അതാണ്, അത് തേടി പോവുകയാണ്, അങ്ങനെ വിട്ടേച്ച് പോവുക, അസ്ഹാബുന്നാറാണ്. പിന്നെ 3 എഴുതിയോ? അതിലെന്താ പറഞ്ഞാൽ അറിയോ? ലൻ തുഗ്നി അൻഹും അംവാലുഹും വല ഔലാദുഹും മിനല്ലാഹി ഷൈഅ ഉലൈക ഹും അസ്ഹാബുന്നാർ ഉലൈക അസ്ഹാബുന്നാരി ഹും ഫിഹാ ഖാലിദൂൻ. ലൻ തുഗ്നി അൻഹും അംവാലുഹും വല ഔലാദുഹും മിനല്ലാഹി ഷൈഅ. സ്വത്തും മക്കളും അള്ളാൻ്റെ കാര്യത്തിൽ ഒട്ടും പ്രയോജനം ചെയ്തില്ല. അള്ള കൊടുത്ത മക്കളും അള്ള കൊടുത്ത മുതലും അള്ളാൻ്റെ കാര്യത്തിൽ ലൻ തുഗ്നിയ, ഒരിക്കലും ഒരു ഉപകാരവും അവർക്ക് അതുകൊണ്ട് കിട്ടിയില്ല, പ്രയോജനം കിട്ടിയില്ല. ഉലൈക അസ്ഹാബുന്നാർ. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് കൊണ്ടും അള്ളാഹു തന്ന മക്കളെ കൊണ്ടും ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വല ഔലാദുഹും മിനല്ലാഹി ഷൈഅ, അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒട്ടും ഒരു പ്രയോജനം മക്കളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കിട്ടിയിട്ടില്ല. അത്തരം ആളുകൾ എവിടുക്കാ പോവുക? നരകത്തിലേക്കാ പോവുക. അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹിൻ്റെ കാര്യത്തിൽ, മക്കളെ കാര്യത്തിൽ നമ്മൾ എന്താ ചിന്തിക്കുക? മക്കളെ കാര്യത്തിൽ ദുനിയാവിൽ പ്രയോജനം കിട്ടിയാൽ, മക്കളെ കാര്യത്തിൽ ദുനിയാവിൽ പ്രയോജനം കിട്ടിയത് മാത്രമേ ചിന്തിക്കണത്. ദുനിയാവിൽ മക്കളുടെ കാര്യത്തിൽ പ്രയോജനം കിട്ടിയതാണ്. പക്ഷെ അള്ളാഹ് എന്താ പറഞ്ഞ? എല്ലാം തുഗ്നി അംവാലുഹും വല ഔലാദുഹും മിനല്ലാഹി ഷൈഅ. അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒട്ടും ഒരു പ്രയോജനം ചെയ്തില്ല. അള്ളാഹിൻ്റെ കാര്യത്തിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്ന് ശരിക്കും പരിശോധിക്കണം. അതാണ് ആ ഒരു വിഷയം. അതിന് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ എഴുതി? 3. ഇനി അടുത്തത് 5-29. ഏഴിൽ 36. പിന്നെ 7-47. 7-50. 10-27. 13-5. 39-8. അതാണ് ഈ ആയത്ത്. 39-8. 40-6. 40-43. 58-17. 59-20. 74-31. എത്രയായി? ഇനി അസ്ഹാബുൽ ജഹീമും അസ്ഹാബുൽ സഈറും വേറെ പറയുന്നുണ്ട്. അത് പിന്നെ കുറച്ചേ ഉള്ളൂ. അസ്ഹാബുൽ ജഹീം നരകത്തിൻ്റെ വേറെ പേരാണ് കേട്ടോ. സഈർ നരകത്തിൻ്റെ വേറൊരു പേരാണ്. അസ്ഹാബുൽ ജഹീമിനെ സംബന്ധിച്ചും അസ്ഹാബുൽ സഈറിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അത് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അസ്ഹാബുൻ നാറാണ്. നാറെന്താ? നാറുൻ എന്ന് പറഞ്ഞാൽ തീ എന്നർത്ഥം. നാറുൻ ഖുർആനിൽ അലിഫും ലാമും ചേർത്ത് നാറ് പറഞ്ഞാൽ അന്നാർ.
അലിഫ്ലാം ഇല്ലാതെ നാറുൻ എന്ന് പറഞ്ഞ തീ എന്നേ ഉള്ളൂ. നാറുൻ തീ. നാറുൻ എന്നതിൻ്റെ മുന്നിൽ അലിഫും ലാമും ചേർത്ത് അന്നാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നരകം എന്നർത്ഥം. അപ്പോൾ ഈ സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്താ അറിയുക? നിങ്ങൾ ഇപ്പോൾ ഓരോന്ന് പറയുകയാണെങ്കിൽ അതന്നെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതന്നെ മണിക്കൂറുകളോളം പറയാനുണ്ട്. ആയത്ത് മുന്നോട്ട് പോകില്ല. ഇതിൽ അധികവും മൂബിക്കാത്തുകൾ വരുന്നുണ്ട്. മൂബിക്കാത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റുകൾ, മൂബിക്കാത്തുകൾ. അത് ശരിക്കും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മൂബിക്കാത്ത് വരുന്നതിനെക്കുറിച്ച് നന്നായി ശ്രദ്ധ വേണം. തെറ്റ് രണ്ട് തരമുണ്ട്. തിന്മകൾ, കുറ്റങ്ങൾ രണ്ട് തരമുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്. വലുതാണ് മൂബിക്കാത്ത്, മനസ്സിലല്ലേ? ചെറുതൊക്കെ എന്ത് ചെയ്യും? ചെറിയ പാപങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ളുഹറിന് ശേഷം നമ്മൾ ചെയ്ത ചെറുപാപങ്ങളൊക്കെ അസറോട് കൂടി അസറിന് ഒതുണ്ടാക്കിയാൽ അതാണ്ട് പോയി, മനസ്സിലല്ലേ? ഒതുവിൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ ഒതുണ്ടാക്കിയപ്പോൾ പോയി. നിസ്കരിച്ചു, അതോടുകൂടി ആ പാപങ്ങളൊക്കെ കണ്ട് പോയി. മൂബിക്കാത്തുകളായി മഹാപാപങ്ങളായി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ജാഗ്രത വേണം. അതാണ് ഈ പറഞ്ഞ ഈ 18 ആയത്തുകളിലും ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ. വലിയ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വലുതാന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ചിലപ്പോൾ എന്താവും? ചെറുതായിട്ട് തോന്നും, പക്ഷെ അതെന്തായിരിക്കും? വലിയ ഖുർആനിൽ അസ്ഹാബുന്നാർ നരകക്കാരാണ് അവർ എന്ന് പറഞ്ഞ തെറ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. അതെന്താ? ഖിറാഅത്തിൻ്റെ ഒരു മര്യാദ ഉണ്ടല്ലോ. നരകത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോൾ നിൽക്കാവ് എങ്ങനെ ചോദിക്കുക? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ വ അമൽ. അങ്ങനെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹ, അതിലേക്ക് അടുപ്പിക്കുന്ന മിൻ ഖൗലിൻ വ അമൽ, വാക്ക് പ്രവൃത്തി, അതിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന്. അപ്പോൾ അമലും ഖൗലുമുണ്ട്, അമലുമുണ്ട് നരകത്തിലേക്ക് എത്തിക്കുന്ന. അതൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ 18 സ്ഥലത്ത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്ന് ഈ ഇത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ചെയ്യണം. അസ്ഹാബുന്നാറിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ വരുന്ന 18 സ്ഥലത്ത് നമ്മൾ ഓതുന്ന സമയത്ത് നിങ്ങളെങ്ങനെ ചെയ്യേണ്ടത് അറിയാം. ഈ ആയത്ത് കുറേ മുകളിൽ തന്നെ അങ്ങനെ ഒരു വിഷയം പറഞ്ഞു പോരുന്നുണ്ടാവും ഖുറാനിൽ. ശൈലി ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഉലായിക അസ്ഹാബുന്നാർ, ഇക്കൂട്ടർ കണ്ടാ ഇവരാകുന്നു നരകക്കാർ എന്ന് പറയുമ്പം ആ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ പെട്ടു. അതൊക്കെ മഹാപാപങ്ങളാണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ വലിയ തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കണം. അസ്ഹാബുന്നാർ എന്ന് ചെറിയ ചെറിയ തെറ്റുകളെക്കുറിച്ച് തെറ്റാണ്, കുറ്റാണ്, പാപമായിട്ട് എഴുതപ്പെടും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്ത് പറഞ്ഞിട്ടില്ല? അസ്ഹാബുന്നാർ പറഞ്ഞിട്ടില്ല. അസ്ഹാബുന്നാർ എന്ന് പറഞ്ഞ വിഷയം ഖുർആനിലെ ഏത് വിഷയമാണോ അത് നമുക്ക് അത്ര ചെറുതായി തോന്നിയാലും അതെന്തെന്നെ ആയിരിക്കും? വലിയ കാര്യം തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ മാനദണ്ഡം, മനസ്സിലല്ലേ? അങ്ങനെ അത് നമുക്ക് ചെറുതായി തോന്നുന്ന കാര്യം ചെറുതാവണമെന്നില്ല. അല്ലാഹു തആല അസ്ഹാബുന്നാറാണ് ആ സ്വഭാവമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് വലിയ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ആയത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ വ അമൽ. എന്താണ് വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ വ അമൽ? അറിയില്ലേ? പ്രാർത്ഥന അറിയില്ലേ? അറിയില്ല? പഠിക്കുക. ഞാനത് പഠിപ്പിച്ചു എന്നുള്ള ധാരണയില്ല പറഞ്ഞത്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, നരകശിക്ഷയിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. പിന്നെ വമാ ഖറബ ഇലൈഹ, വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ
വഅമൽ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. മഷിൻ്റെ തെളിച്ചം കണ്ടിട്ട് മായുലാൻ തോന്നുന്നുണ്ട്. രണ്ടാമത്തല്ല, ഒരുമിച്ചാണ്. അല്ലാഹുമ്മ എന്ന് അത് കാണാൻ പഠിച്ചിട്ട് അർത്ഥം ചെയ്താൽ മതി. ഒന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. ഒന്ന് പറയട്ടെ, കാണാതെ. ഒന്നും കൂടി കാണാതെ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. വമാ ഖറബ ഇലൈഹാ, വമാ ഖറബ ഇലൈഹാ, വമാ ഖറബ ഇലൈഹാ, വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. മിൻ ഖൗലിൻ വഅമൽ, മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി തലക്കന്ന്. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. പറയട്ടെ, ഒന്നും കൂടി, ഒന്നും കൂടി. കാണാതെ. ഒന്നും കൂടി. തലക്കന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി. ഒന്നും കൂടി. കാണാതെ, കാണാതെ. കാണാതല്ലേ പറഞ്ഞേ? ഒന്നുകൂടി. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി. തലക്കന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി. കാണാതെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഒന്നും കൂടി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിനന്നാർ, നരകത്തിൽ നിന്ന്. വമാ ഖറബ ഇലൈഹ, അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. അതല്ലേ, മാന്നറ യാതൊന്ന്, കറബ അടുപ്പിക്കുന്നു, ഇലൈഹ, അതിലേക്ക്. ഏതിലേക്ക്? നരകത്തിലേക്ക്. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന യാതൊന്നിൽ നിന്നും. നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായ മിൻ കൗലിൻ, വാക്ക്. കൗലെന്താ? വാക്ക്. അമല്, പ്രവൃത്തി. അപ്പോൾ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എഴുതിക്കോളൂ, അർത്ഥം എഴുതിക്കോളൂ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അതിലേക്കടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും
നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അതും അതേ അർത്ഥം തന്നെയാണ്. അല്ലാഹു അജിർനി മിൻ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. അദാബ് ജഹന്നം, അത് ജഹന്നമിനെ സംബന്ധിച്ച് ഒക്കെ പ്രാർത്ഥന ഒക്കെ നരകശിക്ഷയിൽ നിന്നാണ്. ഇവിടെ നമ്മളിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ആയത്തുകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നരകത്തിലേക്ക് എത്തുന്ന കൗലും അമലുമാണ്. അതല്ലേ, ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പം ആ ആയത്തിൽ അസ്ഹാബുന്നാറിനെ കുറിച്ച് പറയുമ്പം ആ അസ്ഹാബുന്ന ഉലായിക്ക് അക്കൂട്ടരാണ് നരകക്കാർ എന്ന് പറയുമ്പം ഏതോ ഒരു പ്രവൃത്തിയും ഏതോ ഒരു വാക്കും ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് അടുപ്പിക്കുന്ന ഈ വാക്കിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന്. അപ്പം ആ വിഷയത്തിൽ, ആ ആയത്തിൽ പരാമർശിച്ച വിഷയം എന്താണോ അതിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണത്, കാവലിന് ചോദിക്കണത്. ഇപ്പോൾ മനസ്സിലായോ? അതിപ്പം നരകക്കാരെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാം തൂങ്ങിയാണ് കമ്പാലും വലാലുതും മിനല്ലാഹി ഷൈഅ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ആയത്ത് ഓതുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കൗറു അമൽ എന്തായിരിക്കും? പടച്ചോനെ, എൻ്റെ സ്വത്തും എൻ്റെ മക്കളെയും എനിക്ക് പരലോകത്തേക്ക് പ്രയോജനം ചെയ്യുന്ന മക്കളാക്കി കൊണ്ട പടച്ചോനെ എന്നാണ് ആ പറഞ്ഞത്. അത് പ്രയോജനം ചെയ്യാത്ത ആൾക്കാരാണ് ആരിൽ പെടുക? അസ്ഹാബുന്നാർ. അപ്പം അത് പ്രയോജനം ചെയ്യണം സ്വർഗത്ത് പോകണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. അപ്പോൾ ആ വിഷയം അവിടെ എന്തായിരിക്കും? നരകത്ത് പോണ വിഷയം ഇവിടെ എന്താണ്? മക്കളും സ്വത്തുമാണ്. അപ്പം നമ്മളവിടെ കാവൽ ചോദിക്കുമ്പം ഈ കൗരു അമൽ ഏതായിരിക്കും? ആ മക്കളും സ്വത്തുമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന. ബാക്കിയൊക്കെ നരകത്തിൽ നിന്നുള്ള കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന പറയുമ്പോൾ ആ വിഷയവുമായിട്ട് എന്തുണ്ടാകും? ബന്ധം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആ ഓതുമ്പോൾ പടച്ചോനെ അതിൽ നിന്ന്, ആ വിഷയത്തിൽ നിന്ന് തന്നെ കാക്ക് പടച്ചോനെ എന്നായിരിക്കും. അപ്പോൾ ആര് നരകത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും ഈ ആയത്തുകൾ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാം ഓതുന്ന സമയത്ത്, നമ്മൾ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മളെ മനസ്സിൽ ഈ പ്രാർത്ഥന വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വ അമൽ. ഒന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി, ഒന്നുകൂടി. കൗലും. ശരി. അപ്പോൾ ഇനി ഖുറാൻ മറിക്കുക, സുമറിലേക്ക് വരിക, അടുത്ത ആയത്ത്. അപ്പോൾ ആയത്ത് അവിടെ കുൽ തമത്ത ബി കുഫ്രിക ഖലീല ഇന്നക മിന അസ്ഹാബിൻ നാർ എന്നുള്ള വിഷയം നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ആയത്തും നമ്മളെ ബന്ധം ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ആയത്തിൻ്റെ ആദ്യ ഭാഗം, കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാൻ പഠിക്കണം. നോക്കാം. കണ്ടില്ലേ? ഖുറാനിൽ കണ്ടോ? സ്ഥലം കണ്ടോ? അസ്ഹാബിന് നമ്മളെ 8-ാമത്തെ ആയത്ത്, 9-ാമത്തെ ആയത്ത്, സുമറിൽ 9-ാമത്തെ ആയത്ത് കണ്ടില്ലേ? നോക്കാം, ഞാൻ ഓതിത്തരാം, കാണാൻ പഠിക്കണം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദ. അതട്ടെ. ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. ഓതട്ടെ. ഓതട്ടെ. ഒന്നും കൂടി. ഒന്നും കൂടി. ഇവിടെ അമ്മൻ എന്നുള്ളിടത്ത് സാക്കിന നൂനല്ലേ അല്ലേ? അതിന് ശേഷം വന്ന അക്ഷരം ഏതാ? ഹ ആണ്, വലിയ ഹ. അപ്പം ഇവിടെ ഇൽഹാർ വ്യക്തമാക്കണം. അമ്മൻ എന്ന് തന്നെ പറയണം. ശ്രദ്ധയുള്ള മീമായതിൽ ഇവിടെ കുറച്ച് ഉന്നത്തോട് മണിക്ക് വേണം. അമ്മൻ ഹുവ, അമ്മൻ ഹുവ ഖാനിതുൻ. ഇവിടെ തൻവീനല്ലേ അല്ലേ? തൻവീന് ശേഷം വന്ന അക്ഷരം ഏതാ? അലിഫാണ്. അപ്പോൾ ഇവിടെയും വ്യക്തമാക്കണം. ഖാനിതുൻ ആനാ അൽ-ലൈലി
അമ്മൻ ഹുവ ഖാനിതുൻ. ഒന്നും കൂടി കാണാതെ. ആനാ അല്ലൈലി, ആനാ അല്ലൈലി, തലക്കന്ന്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി. ഒന്നും കൂടി കാണാതെ. ഒന്നും കൂടി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി. അമ്മൻ എന്ന സാക്കിനായ നൂന് ശേഷം ഹ ആണ്, ഇൽഹാറാണ്. ഖാനിത്തു എന്ന തൻവീന് ശേഷം ഹംസ അലിഫാണ്. അവിടെ എന്താണ്? ഇൽഹാറാണ്. വ്യക്തമാക്കണം. അതാണ് തജ്വീദ് നിയമമായുള്ളൂ. ഒന്നുകൂടി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി. ഒന്നും കൂടി. കാണാതെ കാണാതെ. സാജിദൻ വഖായിമ. ഇവിടെ സാജിദൻ എന്ന തൻവീനിനെ വാവാണ്. വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാമും ബിഗുന്നാണ്. ഉന്നത മണിക്കും വേണം. സാജിദൻ വഖായിമ, സാജിദൻ വഖായിമ. കാണാതെ. സാജിദൻ വഖായിമ, തലക്കന്ന്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമ. ഒന്നും കൂടി. സാജിദൻ വഖായിമ. ഓതട്ടെ തലക്കന്ന്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ. കാണാതെ ഓതിയത്. ഒന്നും കൂടി. സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത. ഒന്ന് ഹ ആണ്, മറ്റേത് ദാലാണ്. ദാല്. യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത, യഹ്ദറുൽ ആഖിറത. വയർജു റഹ്മത റബ്ബി, വയർജു റഹ്മത റബ്ബി, വയർജു റഹ്മത റബ്ബി. റബ്ബിഹി എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല. വഖഫ് നിർത്തുമ്പം വഖഫ് ചെയ്യുമ്പോൾ റബ്ബി എന്നേ പറയാൻ പാടുള്ളൂ. ഹ ഉച്ചരിക്കാൻ പാടില്ല. വയർജു റഹ്മത റബ്ബി, വയർജു റഹ്മത റബ്ബി, വയർജു റഹ്മത റബ്ബി. അപ്പോൾ തലക്കന്ന്. സാജിദൻ വ ഖായിമൻ ചേർത്ത് തോന്നണം കേട്ടോ. സാജിദൻ വ ഖായിമ. ഓതട്ടെ. റബ്ബി. അങ്ങനെ വഖഫ് ചെയ്യണം. ഒന്നും കൂടി.
അവിടെ പിന്നെ റബ്ബി എന്നുള്ളിടത്തുള്ള ചിഹ്നം എന്താ? റബ്ബി എന്നുള്ളിടത്തൊരു ചിഹ്നല്ലേ മേലെ? എന്താണ്? കാഫും ലാമും അല്ലേ? നിർത്തലാണ് ഏറ്റവും നല്ലതെന്നാണ് കേട്ടോ. അവിടെ വഖഫ് ചെയ്യുമ്പം നിർത്തൽ. അപ്പം റബ്ബി എന്ന് വഖഫ് ചെയ്യും വേണം. കൂട്ടിയതാണെങ്കിൽ റബ്ബി എന്ന് കൂട്ടിയതും വേണം. അപ്പോൾ ഒന്നുകൂടെ വന്നിട്ട് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഒന്നും കൂടി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഒന്നും കൂടി. ഇത് നിർബന്ധമായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ആയത്താണ്. കാരണം ഇതൊരു അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം എപ്പോഴും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ആ ചോദ്യം നമ്മളോട് തന്നെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം. ആ ചോദിക്കലാണ് ഈ ആയത്ത്. മനസ്സിലായേ? അപ്പോൾ ഒരു യാദൃശികമാകാം. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് റമദാൻ കഴിഞ്ഞ ഉടനെ നിർബന്ധമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ആയത്താണ്, ഒരാശയമാണ് ഈ ആയത്ത്. അപ്പോൾ ഈ ആയത്ത് കാണാൻ പഠിക്കണം, നിർബന്ധമാണ്. നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഓതട്ടെ. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഒന്നും കൂടി. യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഒന്നും കൂടി. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. ശരി. അമ്മൻ ഹുവ. ശ്രദ്ധിക്കുക, ബോർഡ് ശ്രദ്ധിക്കുക. ഖുറാനിൽ നോക്കേണ്ട ബോർഡിൽ അമ്മൻ എന്നത് അം പ്ലസ് മൻ. അം പ്ലസ് മൻ, അതാണ് അമ്മൻ എന്ന വാക്ക്. അമ്മൻ എന്നത് ഒരു വാക്കല്ല കേട്ടോ. ആയത്തിലെ അമ്മൻ എന്നല്ലേ? അമ്മൻ എന്നതൊരു വാക്കല്ല. അം പ്ലസ് മൻ, അമ്മൻ. അം എന്ന വാക്കിന് അത് ഒരു മുക്കാറനയുടെ വാക്കാണ്. അം എന്ന് പറഞ്ഞാൽ കെലിമത്ത് മുക്കാറന. കെലിമത്ത് മുക്കാറന എന്നാ പറയാം. മുക്കാറന എന്ന് പറഞ്ഞാൽ താരതമ്യം. കെലിമത്ത് അം എന്ന വാക്ക്, അം എന്ന അറബി പദം ഒരു കെലിമത്ത് മുക്കാറന. മുക്കാറന എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പറഞ്ഞിട്ട് വേറൊരു സംഗതിയെ താരതമ്യം ചെയ്യാം. അതും ഇതും ഒരുപോലെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് അം അതല്ല. അം അതല്ല ആണോ, അതാണ്. അം അതല്ല ആണോ എന്ന ചോദ്യമാണ് അം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ അതിൻ്റെ വേറൊരു വശം പറയാം. അങ്ങനെ പറയാൻ വേണ്ടി ഖുർആൻ്റെ ഒരു ശൈലിയാണത്. അതല്ല ഇതാണോ, അതിന് ഉപയോഗിക്കുന്ന വാക്കാണെന്ത്? അം എന്ന വാക്ക് കേട്ടോ. എന്താ വാക്ക്? അം. പിന്നെ മന്നർ എന്താ? മന്നർ യാതൊരുവൻ. മൻ. ആർ യാതൊരുവൻ എന്നൊക്കെ പറഞ്ഞാൽ മൻ, അതാണ് അമ്മൻ. അതല്ല യാതൊരുവനാണോ, അതല്ല യാതൊരുവനാണോ, അതാണ് അമ്മൻ എന്ന് പറഞ്ഞാൽ. അം മൻ. അം എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. അതല്ല ആണോ, മൻ യാതൊരുവൻ. അപ്പം അമ്മൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ കിട്ടുക? അതല്ല ഒരുവനാണോ, അതല്ല ഒരുവൻ. ബാക്കി പറയുമ്പോൾ അതിന് അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടും. ഹുവ അവൻ, ഹുവ അവൻ, ഖാനിത്തുൻ ഭക്തനാണ്. ഖാനിസ് ഭക്തിയുള്ളവൻ. എന്താ ഭക്തൻ എന്ന് പറഞ്ഞാൽ? അതായത് ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണത് എന്ന് പറഞ്ഞാൽ
ഒരു അതായത് കാനിത്ത് എന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കുനൂത്തൊക്കെ നിങ്ങൾ കിട്ടണില്ലേ, കുനൂത്തൊക്കെ അതന്നെയാണ് ഈ കാനിത്ത്. അതായത് ഒരു അടക്കവും ഒതുക്കവും, മനസ്സിലല്ലേ, ജീവിതത്തിൽ ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാവുക. അങ്ങനെ അടക്കവും ഒതുക്കവും ഉള്ളവനാണ് ആര്? കാനിത്ത്. അപ്പോൾ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ചില ആൾക്കാർ കുനൂത്ത് ഓതി നിസ്കരിക്കുക എന്നതിൻ്റെ അർത്ഥം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഖൂമൂ നിങ്ങൾ നിൽക്കുക, ലില്ലാഹി അള്ളാഹുവിന്, ഖൂമൂ ലില്ലാഹി ഖാനിതീൻ അടക്കം ഒതുക്കം ഉള്ളവരായിക്കൊണ്ട് എന്നാണ് ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. അതായത് പിന്നെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തവർക്ക്. നിസ്കാരം അവർ ശീലിച്ച് പഠിച്ചു വരുന്ന ആദ്യ കാലത്ത് നിസ്കാരത്തിലൊരു നിസ്കാരം ഒരാൾ നിസ്കരിക്കലാണ്. അതായത് അവർ നബി ഒറിജിനൽ നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരിൽ എന്തുണ്ട്? നിസ്കാരമുണ്ട്. അതറിയല്ലോ. മാകാന സലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖാഅൻ വതസ്ദിയ. നിസ്കാരം അവർ കഅബാലത്തിൽ നടക്കുന്ന നിസ്കാരം വെറും കൊട്ടും പുളിയും ഒച്ചും പുളിയും നായട്ടൊക്കെ ആയിട്ടായിരുന്നു അവർ നിസ്കാരം. അപ്പോൾ റസൂൽ നിസ്കാരം പഠിപ്പിച്ച് അവരെന്ത് ചെയ്യും? നിസ്കാരത്തിനിടയിൽ എന്ത് കണ്ട് പോവും, പിന്നെ ബാക്കി ഒന്ന് നിസ്കരിക്കും. ചില ആൾക്കാർ കള്ളുടിച്ച് കണ്ട് നിസ്കരിക്കാൻ വരും. കള്ള് നിരോധിക്കുന്നതിന് മുമ്പ് കള്ളുടിച്ചിട്ട് വരും. അപ്പോൾ ലാ തഖ്റബു സ്വലാത്ത അൻതും സുഖാറ ആയത്ത് വന്നു. ലാ തഖ്റബു സ്വലാ, നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കള്ളുടിക്കാൻ പാടില്ല എന്ന ആയത്ത്. കള്ള് നിരോധിക്കുന്നതിന് മുമ്പാണ്.